ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 തിങ്കളാഴ്ചയാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണ്. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അവർ നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. S&P 500 ആദ്യമായി 5100 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. നാസ്ഡാക്ക് 52 വീക്ക് ഹൈ ടച്ച് ചെയ്തു. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിൽ WTI 3% അടുത്ത് ഇടിവുണ്ടാക്കി. ബ്രന്റ് 2% അടുത്തും ഇടിവുണ്ടാക്കി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ടേമിൽ ഉൽപാദനം അഥവാ മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് റെയിൽവേ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇനി ഈ റിപ്പോർട്ടിന്റെ പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ നോക്കാം. മൊബൈൽ ഉൽപാദന യൂണിറ്റുകളിൽ 3 ഇരട്ടി വർധനവ് അദ്ദേഹം പ്രവചിക്കുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ $150 ബില്യൺ, കയറ്റുമതിയിൽ $36 മുതൽ $39 ബില്യൺ എത്താൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ പിക്സൽ ഫോണുകൾ നിർമ്മിക്കാനുള്ള ഗൂഗിളിന്റെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും കൂടുതൽ കമ്പനികളെ ആകർഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത് റെയിൽവേയുടെ കാപെക്സ് വിനിയോഗത്തെ പറ്റിയാണ്. കാര്യക്ഷമമായ ചെലവ് പ്രകടമാക്കിക്കൊണ്ട് മന്ത്രാലയം അതിന്റെ FY24 ബഡ്ജറ്റിന്റെ 88% വിനിയോഗിച്ചു കഴിഞ്ഞു. റെയിൽവേ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു വാർത്ത, ടെക്സ്റ്റൈൽ മേഖലയിൽ 95,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് ഒരുങ്ങി കേന്ദ്രം. അടുത്ത 4 മുതൽ 6 വർഷത്തിനുള്ളിൽ 95,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുമെന്ന് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. ഇത് ഏകദേശം 2.25 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിക്ക് കീഴിലുള്ള 25,000 കോടി രൂപയുടെ നിക്ഷേപവും PM മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻസ് ആൻഡ് അപ്പാരൽ PM മിത്ര പദ്ധതിക്ക് കീഴിലുള്ള 70,000 കോടി രൂപയുടെ നിക്ഷേപവുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ടെക്സ്റ്റൈൽ മേഖലയിലെ PLI പദ്ധതി 2,50,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും PM മിത്ര പാർക്കിൽ 2 ലക്ഷം ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ ലഭിക്കും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ജാഗ്രത പുലർത്തി ആഗോള ബ്രോക്കേജ് സ്ഥാപനം ഗോൾഡ്മാൻ സാച്ചസ്. ഈ മേഖലയിലെ ഗോൾഡ് ലോക്സ് പീരീഡ് അവസാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് എന്നീ ഓഹരികളെ തരം താഴ്ത്തുകയും ചെയ്തു. ഇനി ഇതിനുള്ള കാരണങ്ങളായി പറയുന്നത് വർദ്ധിച്ചു വരുന്ന ചെലവ്, ഉപഭോക്തൃ ലിവറേജിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം. ഇനി ഉപഭോക്തൃ ലിവറേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കടമുണ്ട് എന്നതാണ് ഉപഭോക്തൃ ലിവറേജ് എന്ന് പറയുന്നത്. വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവ് ഇതെല്ലാമാണ് അതിന് കാരണമായി പറയുന്നത്. കൂടാതെ വരുമാന എസ്റ്റിമേറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ബാങ്കിംഗ് മേഖലയിലെ വരുമാന എസ്റ്റിമേറ്റ് യഥാക്രമം 5%, അത് FY25-ൽ FY26-ൽ 2%-മായി വെട്ടിക്കുറച്ചു. SBI, ICICI ബാങ്ക് എന്നിവയെ ബൈയിൽ നിന്നും ന്യൂട്രലിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു. യെസ് ബാങ്കിനെ സെല്ലിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിനാൻസിനെ സെല്ലിൽ നിന്നും ന്യൂട്രലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. മാത്രമല്ല HDFC ബാങ്കിന് ബൈ റേറ്റിംഗ് നിലനിർത്തുകയും ചെയ്തു. ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഈ വാർത്തകൾ കണ്ട് ആരും തന്നെ സ്റ്റോക്കുകൾ പോയി ബൈ ചെയ്യാതിരിക്കുക. കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ച് മാത്രം ട്രേഡിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സ് നോക്കാം. ഫെബ്രുവരി 26 തിങ്കളാഴ്ച US ന്യൂ ഹോം സെയിൽസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 28 ബുധനാഴ്ച വരുന്നത് US GDP ഗ്രോത്ത് റേറ്റ് ആണ്. യൂറോസോൺ എക്കണോമിക് സെന്റിമെന്റ് ഡാറ്റയും അന്ന് തന്നെയാണ്. വ്യാഴാഴ്ച ഫെബ്രുവരി 29 GDP ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റയും അന്ന് തന്നെയാണ്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും അന്നേ ദിവസം തന്നെയാണ്. ഇനി ഈ ആഴ്ച പുറത്തു വരുന്ന IPOസിലേക്ക് ഫെബ്രുവരി 27 ചൊവ്വാഴ്ച പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് IPO ഓപ്പൺ ആകുന്നുണ്ട്. അന്നേ ദിവസം തന്നെ എക്സിം ടെലി സിസ്റ്റംസ് IPO ഓപ്പൺ ആകും. ഫെബ്രുവരി 28 ബുധനാഴ്ച ഓപ്പൺ ആകുന്നത് ഭാരത് ഹൈവേസിന്റെ IPO ഓപ്പൺ ആകുന്നുണ്ട്. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ്. നിഫ്റ്റിയിലേക്ക്, നിഫ്റ്റി വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഒടുവിൽ 22,212 0.02% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഒരു റേഞ്ച് ബൗണ്ട് സെഷൻ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ നമുക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. നല്ലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ആഴ്ച ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അത്തരത്തിൽ ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ 21 EMA തന്നെയാണ്. ഏകദേശം 21,900 റേഞ്ചിലാണ് അതുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പല ദിവസങ്ങളിലും ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു. ഡേ ക്യാൻഡിൽ
വീക്ക്ലി ചാർട്ടിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം കോൾ സൈഡിൽ 23,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ടിന് സാധ്യതയുള്ളത് 22,000 മുതൽ 22,200 വരെയുള്ള സോണാണ്. ഇനി റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,200 സ്ട്രൈക്കിൽ 68% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 23% വർധനവ് കാണാം. ഒരു ബിൽഡപ്പ് തന്നെയാണ് രണ്ട് സ്ട്രൈക്കിലും ഉള്ളത്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് ഉള്ളത്. 22,150 സ്ട്രൈക്കിൽ 50% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 30% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 22,250 സ്ട്രൈക്കിൽ 148% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. 181% വർധനവ് പുട്ട് സൈഡിലും ഉണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് മൂന്നാമത്തെ ദിവസവും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. 108 പോയിന്റ്സ് ആണ് വെള്ളിയാഴ്ച ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്ലി ചാർട്ടിൽ ഒരു വലിയ അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അപ്പർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 46,500 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 48,000 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15-ന് താഴെയായിട്ടാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. 14.97 എന്ന നിലയിൽ 1.48% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം റെയിൻ ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വന്നിരുന്നു. അതിലേക്ക് കമ്പനി നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയിരുന്നത് 107.9 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 12.6 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 25% ഇടിവാണ് കണ്ടത്. 410 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം മാക്സ് ഹെൽത്ത് കെയർ 167 കോടി രൂപ വിലമതിക്കുന്ന ഉത്തർപ്രദേശ് ലാൻഡ് പാഴ്സൽ ഏറ്റെടുക്കുന്നതിന് കമ്പനി ബോർഡ് അംഗീകാരം നൽകി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി ശക്തി പമ്പ്സ് ആണ്. ഹരിയാന റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 84.3 കോടി രൂപയുടെ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. മറ്റൊരു കമ്പനി അദാനി ഗ്രീൻ എനർജിയാണ്. ഊബർ സിഇഒയും ഗൗതം അദാനിയും ഇന്ത്യൻ ഗ്രീൻ മൊബിലിറ്റിക്കായി സഹകരിക്കും എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ആണ്. പവർ ഗ്രിഡിൽ നിന്നും 232 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കൂടി നോക്കാം. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അശോക് ലൈലൻഡ്, ബൽറാംപൂർ ചീനി മിൽസ്, ബയോകോൺ, GMR ഇൻഫ്ര, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, പിരാമൽ എന്റർപ്രൈസസ്, PVR ഇനോക്സ്, RBL ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ലൈവ് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. രാവിലെ 10 മണിക്ക് മുന്നേ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. രാവിലെ 10 മണി മുതൽ ഏകദേശം 3:30 വരെയൊക്കെ സെഷന്റെ ദൈർഘ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. മാത്രമല്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് മുതൽ പുതിയൊരു സെഗ്മെന്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി സ്വിംഗ് സ്റ്റോക്സ് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റോക്ക് ഓറിയന്റ് ഇലക്ട്രിക്കൽസ് 410.6 കറണ്ട് മാർക്കറ്റ് പ്രൈസ്. സ്റ്റോക്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് 220ഉം സെക്കൻഡ് ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് 225ഉമാണ്. മറ്റൊരു സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2,581 ഫസ്റ്റ് ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് 2,600ഉം സെക്കൻഡ് ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് 2,625ഉമാണ്. ഇത്രയുമാണ് സ്വിംഗ് സെഗ്മെന്റിലെ സ്റ്റോക്കുകൾ. ഇനി ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വിധേയമാക്കിയതിനു ശേഷം മാത്രം ഇതിൽ ട്രേഡ് എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്.
ആദ്യം സോളാർ ഇൻഡസ്ട്രീസ് ഫെബ്രുവരി 22-നായിരുന്നു നമ്മൾ എൻട്രി എടുക്കുന്ന ലെവൽ 6806 എന്ന നിലയിൽ 6920 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 1.67% സ്റ്റോക്ക് അപ്പായത്. മറ്റൊരു സ്റ്റോക്ക് മാക്ഡോവലാണ്. ഫെബ്രുവരി 19-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന 1159 എന്ന നിലയിൽ 1180 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റ് സ്റ്റോക്കുകൾ സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 393 എന്ന നിലയിൽ എൻട്രി എടുത്തു. 424 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 7.80% സ്റ്റോക്ക് ഉയർന്നു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് ക്യാംസ് 2963 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 3145 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 6% നമുക്ക് പ്രോഫിറ്റായും ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആണ്. ഫെബ്രുവരി 22-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി 2209 എന്ന നിലയിൽ എൻട്രി 2419 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 9.5% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് NCC ആണ്. ഫെബ്രുവരി 22-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി 234.4 എന്ന നിലയിൽ എൻട്രി 260 വരെ സ്റ്റോക്ക് അപ്പായി. 10.9% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആയിരുന്നു. 2332 എന്ന നിലയിൽ എൻട്രി 2483 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 6.4% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് LIC ആയിരുന്നു. 1050 എന്ന നിലയിൽ എൻട്രി 1082 വരെ സ്റ്റോക്ക് അപ്പായി. 3% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നതും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളാണ്. ആദ്യം BSE എൻട്രി 2287 എന്ന നിലയിൽ 2349 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റൊരു സ്റ്റോക്ക് VIP ഇൻഡസ്ട്രീസ് ആയിരുന്നു. എൻട്രി 564.9 എന്ന നിലയിൽ 574.9 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ടാർഗറ്റിന് തൊട്ടരികെ വരെ എത്തി. ഏകദേശം 1.77% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 2326 എന്ന നിലയിൽ എൻട്രി 2350 വരെ സ്റ്റോക്ക് അപ്പായി. 1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സൈഡസ് ലൈഫാണ്. 917 എന്ന നിലയിൽ എൻട്രി 937 വരെ സ്റ്റോക്ക് അപ്പായി. 2% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് F&O സെഗ്മെന്റിലേക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ടെക് മഹീന്ദ്ര 1300 CE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 19-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി 1300 എന്ന നിലയിൽ എൻട്രി 1342 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ടെക് എമ്മിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇൻഡിഗോ ആയിരുന്നു. ഫെബ്രുവരി 20-നായിരുന്നു എൻട്രി 3000 CE ആയിരുന്നു. 3110 എന്ന നിലയിൽ എൻട്രി 3215 വരെ സ്റ്റോക്ക് അപ്പായി. ഇതുകൂടാതെ ഫെബ്രുവരി 23-നും സ്റ്റോക്കിൽ എൻട്രി 3200 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ആ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബെല്ലാണ്. 190 CE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 16-നാണ് സ്റ്റോക്കിൽ എൻട്രി 190.5 എന്ന നിലയിൽ നിന്നും 200 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റൊരു സ്റ്റോക്ക് സിപ്ലൈ ആയിരുന്നു. 1450 CE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 19-ന് എൻട്രി 1450 മുതൽ 1480 വരെ സ്റ്റോക്ക് അപ്പായി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് അദാനി പോർട്ടായിരുന്നു. 1400 CE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 23-നാണ് സ്റ്റോക്കിൽ എൻട്രി 1324-നായിരുന്നു എൻട്രി 1330 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് അദാനി പോർട്ടിൽ ലഭിച്ചത്. വെള്ളിയാഴ്ച മാത്രം 16 സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 16 സ്റ്റോക്കുകളാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടം കുറച്ച് ലാഭം കൂട്ടാനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ, ഒത്തിരിയേറെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1276 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്ത്. DIS ആവട്ടെ 176 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ജനുവരി 31-ന് ശേഷം ഇത് ആദ്യമായിട്ടാണ് FIS 1000 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്യുന്നത്. US മാർക്കറ്റുകൾ എൻവിഡിയയുടെ ബ്ലോക്ക് ബസ്റ്റർ ഏർണിംഗ്സിന് ശേഷം പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തിയ US മാർക്കറ്റുകൾ ഫെബ്രുവരിയിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആദ്യം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. ഡൗ ജോൺസ് 0.31% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 0.23% ഇടിഞ്ഞപ്പോൾ S&P 500 0.13% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. എൻവിഡിയ ഷെയർ വീണ്ടും 0.4% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. ആദ്യമായി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ ടച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ US മാർക്കറ്റുകളെ നയിക്കുന്നത് വലിയ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് എൻവിഡിയ പോലുള്ള കമ്പനികൾ. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.27% ഇടിഞ്ഞത്. HDFC ബാങ്ക് 0.74% ഇടിഞ്ഞപ്പോൾ ആക്സിസ് ബാങ്ക് 0.60% ഇടിഞ്ഞത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 1% ഇടിവുണ്ടാക്കിയപ്പോൾ വിപ്രോ 0.55% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്.
മേക്ക് മൈ ട്രിപ്പ് 3% നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.08% ഇടിവിലും, S&P 500 0.11% ഇടിവിലും, നാസ്ഡാക്ക് 0.13% ഇടിവിലുമാണ് ട്രേഡിംഗ് നടത്തുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.28% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.70% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.28% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് 600 0.4% നേട്ടത്തിലായിരുന്നു. അവിടെ വലിയ നേട്ടത്തിലേക്ക് പോയത് ഓട്ടോ സ്റ്റോക്സ് ആയിരുന്നു. 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ടെക് സ്റ്റോക്കുകൾ 0.33% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% ഇടിവിലും, CAC 0.07% ഇടിവിലും, FTSE 0.02% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ചൈനീസ് മാർക്കറ്റ് തുടർച്ചയായ 9ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,230 എന്ന നിലയിലാണ്. 0.09% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ് 0.65% നേട്ടത്തിലാണുള്ളത്. കോസ്പി മാർക്കറ്റ് 1.33% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.18% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.65% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്ധന ആവശ്യകതയും വിതരണ ആശങ്കകളും വരും ദിവസങ്ങളിൽ ഓയിൽ പ്രൈസുകൾ ഉയരാൻ സഹായിച്ചേക്കാം. കഴിഞ്ഞ ആഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ബ്രന്റ് 2% മുകളിൽ ഇടിഞ്ഞപ്പോൾ WTI 3% ഇടിയുകയുണ്ടായി. ഫെഡറൽ റിസർവിൽ നിന്നും ഗവർണർ ക്രിസ്റ്റഫർ വാളർ പറഞ്ഞത് പലിശ കുറയ്ക്കുന്നത് 2 മാസമെങ്കിലും വൈകും എന്നാണ്. ഇത് കൂടിയാണ് എണ്ണവില ഇടിയാനുള്ള കാരണങ്ങളായത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഉള്ളത് $80.49 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.38% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 76.14 എന്ന നിലയിൽ 0.46% ഇടിഞ്ഞാണ് ഇപ്പോൾ WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളാണ്. ബാക്കി ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമല്ല ഇവിടെ പറയുന്ന സ്വിംഗ് സ്റ്റോക്കുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.